ജഡ്ജസിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ പറയുകയാണ്. നമ്മളതിൽ 8 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മലയാളി മങ്ക എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ മത്സരിക്കുമ്പോൾ അതിൻ്റെ ഡ്രസ് കോഡ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾ 20 മാർക്കിനാണ് ഇട്ടത്. ഒന്ന് ഡ്രസ് കോഡിനും പെർഫോമൻസിനും, മറ്റേത് ആ ക്വസ്റ്റ്യൻ്റെ മറുപടി. ക്വസ്റ്റ്യൻ്റെ മറുപടി വളരെ നന്നായിട്ട് എല്ലാവരും ഒക്കെ പറഞ്ഞു. എങ്കിലും ഡ്രസ് കോഡ് പിന്നെ അത് ഫോളോ ചെയ്യാൻ നമുക്ക് വളരെ കുറച്ച്, ഡ്രസ് കോഡും പെർഫോമൻസും വളരെ അത് കുറച്ച് പേർക്ക് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ വളരെ നന്നായിട്ട് പിന്നെ മറുപടി പറഞ്ഞ, നന്നായിട്ട് സംസാരിച്ച നമ്മുടെ ജൂനിയർ ഓഫീസേഴ്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്ക് 2 പേർക്കേ കൊടുക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ആരും മോശമല്ല. ഞാൻ മറുപടി പറഞ്ഞതിൽ ആരും മോശമല്ല. എങ്കിലും നമ്മൾ ആർക്കെങ്കിലും 2 പേർക്കല്ലേ കൊടുക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഡ്രസ് കോഡും ഒബ്സർവ് ചെയ്തു. നമ്മൾ ചോദിച്ച ചോദ്യത്തിനും നന്നായിട്ട് മറുപടി പറഞ്ഞ നമ്മുടെ റിട്ടയർഡ് ഹാൻഡ് റെജീനയ്ക്ക് ഞങ്ങൾ കൺഗ്രാറ്റുലേഷൻസ് റെജീന. സെക്കൻഡ്, ഡ്രസ് കോഡ് പൂർണ്ണമായിട്ടും ഒബ്സർവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും റെജീന ജേക്കബ് ഒരു പിന്നെ ഡ്രസ് കോഡ് പൂർണ്ണമായിട്ടും മലയാളി മങ്ക ആയില്ലെങ്കിലും നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്ത മോളു കൺഗ്രാറ്റുലേഷൻസ് മോളുവിന് ആണ് സെക്കൻഡ് പ്രൈസ്. തൊട്ട് പിന്നാലെ ബാക്കിയുള്ളവരും ഉണ്ട്. അപ്പം 2 പേർക്ക് നമുക്ക് കൊടുക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് റെജീന ജേക്കബിനും മോളുവിനും ഞങ്ങളുടെ ജഡ്ജസിൻ്റെ അഭിനന്ദനങ്ങൾ. മലയാളി മങ്ക